ഓരോ ഉറക്കത്തിലും നമ്മളുടെ ബോഡിയിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുമെന്നാണ് പോലും. എന്നിട്ട് അത് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണത്രേ നമുക്ക് ജീവൻ വീഴുക. എന്തോ അറിയില്ല. ഇങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നിലവിളക്കൊക്കെ കത്തിച്ച് ഈശ്വരനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. എനിക്ക് വട്ടായതാണോ എന്ന് നിങ്ങൾ കരുതണ്ട. വട്ടൊന്നും ആയതല്ല. ഇത് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. നമ്മളൊരു ഉറക്കത്തിൽ ഒന്നും അറിയത്തില്ലല്ലേ. അപ്പം നമ്മളുടെ ബോഡിയിൽ നിന്ന് ആത്മാവ് പോയിട്ടായിരിക്കണമല്ലോ. അപ്പോൾ തിരിച്ചും നമ്മുടെ ബോഡിയിലേക്ക് ആ പോയ ആത്മാവ് പ്രവേശിക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ജീവൻ വീഴുക, നമ്മൾ ഉണരുക. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ നിങ്ങളിലേക്കൊന്ന് പറയാം എന്ന് കരുതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ രാവിലെ തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കി വെച്ചിട്ട് ദോശ ചുടുകയാണ്. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടാം, ശുദ്ധവായൊക്കെ കയറി വരട്ടെ. ഈ 5 മണി 5:30 സമയത്തൊക്കെ നമ്മളുടെ അടുത്തുള്ള അമ്പലങ്ങളിലെ ഓരോരോ ഹരിനാമ കീർത്തനങ്ങളൊക്കെ നന്നായിട്ടിങ്ങനെ ഒഴുകി വരുന്ന സമയമാണ്. അതേപോലെ തന്നെ നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി നിൽക്കാമെങ്കിലുണ്ടല്ലോ, നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. അതൊരു പ്രത്യേക സുഖമുള്ള കാറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം കട്ടനൊക്കെ അനത്തി ഞാൻ പറഞ്ഞു, കുറച്ച് നാളുകൊണ്ട് ഞാൻ കാപ്പിയിൽ നിന്നും കട്ടനിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ എന്തോ പഞ്ചസാര എന്നെ വിട്ടു പോകുന്നില്ല. പഞ്ചസാര എന്നിൽ ഇങ്ങനെ, ഞാൻ പഞ്ചസാരയിൽ അഡിക്റ്റായതാണോ പഞ്ചസാര എന്നിൽ അഡിക്റ്റായതാണോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞിരിക്കാമല്ലോ. എന്തായാലും നമ്മുടെ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ദോശയ്ക്ക് കൂട്ടാനായിട്ട് എടുത്തേക്കുന്നത് സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഒരു കുക്കറിനകത്ത് സാമ്പാർ വെച്ചിട്ട് അത് 2 രീതിയിൽ വെക്കുന്ന ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മുടെ ദോശയ്ക്ക് കൂട്ടുന്ന സാമ്പാറും പിന്നെ നമ്മുടെ ചോറിനൊക്കെ കഴിക്കുന്ന സാമ്പാറും, ആ ഒരു 2 രീതിയിലായിട്ടാണ് ഞാനിന്ന് വെക്കുന്നത്. അപ്പം സാമ്പാർ ഉണ്ടാക്കാം. ചോറൊക്കെ അടുപ്പിലായിട്ടുണ്ട്. അത് പിന്നെ ഞാൻ എടുത്ത് കാണിക്കാഞ്ഞതാണ്. അപ്പം സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ അരിഞ്ഞ് തട്ടിക്കൂട്ടി കുക്കറിലാക്കിയിട്ടുണ്ട്. പിന്നെ സാമ്പാർ വെക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഈ കഷ്ണങ്ങളുണ്ടല്ലോ, നമ്മുടെ പച്ചക്കറികൾ, അതൊരിക്കലും പച്ചവെള്ളത്തിലേക്ക് ഇടരുത്. ചൂടാക്കിയ വെള്ളത്തിലേ ഇടാവുള്ളൂ. അപ്പോഴേ അത് സാമ്പാറിനൊരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇവിടെ കുഞ്ഞി പൂച്ചകളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു മണികളുണ്ടല്ലോ, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അവരാണ് കേട്ടോ. അവരമ്മ വന്നപ്പോൾ അവർ ഭയങ്കര ബഹളം, മിയ 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 എന്ന് പറയുക. അതാണ് ആ ഒരു കുഞ്ഞു മിയാവ് കേൾക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂച്ചക്കുഞ്ഞുങ്ങളെയും പൂച്ചയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സാമ്പാറൊക്കെ അടുപ്പിലാക്കിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എന്തോ എനിക്കെപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പാറിൽ നിന്ന് 2 സാമ്പാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ സ്ത്രീകളെ കൊണ്ട് ഭയങ്കര ഒരു പ്രൗഡാണല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അടുക്കളയിലൊന്ന് എന്തെങ്കിലും അടുക്കള ജോലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ഒരു കൂട്ടം എന്തെങ്കിലും ഒരു കഷ്ണം പച്ചക്കറി ഉണ്ടെങ്കിൽ അതുകൊണ്ട് പലതരം കറികൾ ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തുമല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ദോശയ്ക്കുള്ള സാമ്പാറിന് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ള സാമ്പാർ കിട്ടും. പിന്നെ ചോറിന് കൂട്ടാനുള്ള സാമ്പാറിനകത്ത് നമ്മുടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം. ഇവിടെ നമ്മുടെ ഈ കൊല്ലം ഏരിയയിലൊക്കെ സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണ്, ഞാനിങ്ങനെ തൃശ്ശൂർ ഏരിയയിലൊക്കെ സാമ്പാർ വെക്കുന്നത് കണ്ടിട്ടുള്ളത് വറുത്തരച്ചിട്ടുള്ള സാമ്പാർ വെക്കുന്നത്. നമ്മുടെ ഇവിടെ വറുത്തരച്ച് കറി വെക്കുന്നതിന് തീയലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും എൻ്റെ 2 തരം സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി താളിക്കൽ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മുടെ വെള്ള സാമ്പാറിനുള്ള താളിക്കലാണിത്. ചട്ടി വെച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് മൂപ്പിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് കായ ഇടണം. ഈ കടുക് പൊട്ടിക്കുന്നതിനകത്ത് നമ്മൾ കുറച്ച് കായ ഇടാന്നുണ്ടെങ്കിൽ സാമ്പാറിനൊരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ആ സാമ്പാറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാനതിരുന്നെന്ന് പറഞ്ഞാൽ ഈ മല്ലി ഉണ്ടല്ലോ, മൈസൂർ മല്ലി, അത് ഞാനിവിടെ ഒരു മൂട് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തിലെ ഇലയാണ്. ഇപ്പം അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സാമ്പാറിനകത്തും രസത്തിനകത്തും എല്ലാം ഇത് തന്നെ പച്ചയ്ക്ക് പറിച്ച് തിന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ മണം കേട്ടോ. അപ്പം ഇത് നമ്മൾ കുറച്ചും ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക മണമായിരിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ രാവിലെ അണ്ണനെ കഴിക്കാൻ എടുത്തതാണ്. അതിന് 2 ദോശ മതിയെന്നും പറഞ്ഞാൽ എടുത്തത്. സാമ്പാറിൻ്റെ ടേസ്റ്റ് കൊണ്ട് എന്തോ 3-4 ദോശ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോയത്. സാമ്പാർ ഒരു പടി വയറ് നിറച്ച് വാരി കൂട്ടിയിട്ടാണ് പോയത്. പിന്നെ ഇത് നമ്മുടെ 2ാമത്തെ ചോറിൻ്റെ സാമ്പാറിനുള്ള താളിക്കലാണ്. പിന്നെ ഈ വെള്ള സാമ്പാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഡലിയാണെങ്കിലും ദോശയാണെങ്കിലും കഴിക്കാതെ നിർബന്ധമില്ല, കഴിക്കാതിരിക്കാനൊരു നിർവാഹമില്ല. എനിക്ക് പിള്ളേരെക്കായാലും കൊതി വരും. കാരണം വെള്ള സാമ്പാറിൻ്റെ മണം അടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ മാഷേ.
എന്തായാലും ദോശ കഴിച്ചിട്ട് തന്നെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാമെന്ന് കരുതി. ബാക്കി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എന്നും കാണിക്കുന്ന പരിപാടി തന്നെ തുണി കഴുകക്കും തുണി മടക്കമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ? പറഞ്ഞും കാണിച്ചും എനിക്ക് ബോറടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ? അപ്പം എൻ്റെ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കയറി കിടക്കാനായിട്ടൊരുങ്ങി. അപ്പോൾ ദാണ്ടെ ഇതുങ്ങളുടെ ബഹളം കൊണ്ട് ഞാൻ കിടന്നുറങ്ങിയില്ല കേട്ടോ. ചുമ്മാ കിടന്ന് കലപിലാന്ന് കൂട്ടുക. കേട്ടില്ലേ? ബഹളം കേട്ടോ? ഈ ബഹളം കേട്ടിട്ട് ഞാൻ എങ്ങനെ ഉറങ്ങും? ഇതെല്ലാം എത്തിച്ചാടി കിളിയാണ്. ഇത് നിങ്ങൾക്ക് നടക്കാൻ അറിയത്തില്ലല്ലോ, ചാടി പോകാനല്ലേ അറിയത്തുള്ളൂ. കരിയില പുല്ല്. ഞാനിതിനെ വിളിക്കുന്ന എത്തിച്ചാടി കിളിയാണ്. ഇങ്ങനെ ചാടി നടക്കുന്നതുകൊണ്ട്. അന്നേരം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഇതുങ്ങളുടെ ചിലപ്പ് കാരണം. അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറി എൻ്റെ ബാക്കി പരിപാടിയിലേക്കൊക്കെ കടക്കാമെന്ന് കരുതി. വൃത്തിയാക്കൽ പരിപാടിയിലേക്കൊക്കെ കടക്കാം. അതുകൊണ്ട് ഇന്ന് നേരത്തെ എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങിയായിരുന്നു. അപ്പം ചക്ക വേവിച്ചതുണ്ടായിരുന്നു കേട്ടോ. ചക്ക വേവിച്ചതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചോറ് പകർന്ന് കൊണ്ടുവന്ന് വെച്ചു. നമ്മുടെ സാമ്പാർ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിടുക്കത്തിലാണ്. ഇത്രയും നേരമായിട്ട് പാർത്തമ്മ വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ബാക്കി ജോലിയിലേക്കൊക്കെ കടക്കാമെന്ന് കരുതി. നമ്മളിപ്പം സ്ത്രീകൾക്കുള്ളൊരു പ്രത്യേകതയാണ്, നമ്മൾ എത്ര പാത്രം കഴുകിയെന്ന് വെച്ചാലും പിന്നെയും കാണുന്ന പാത്രങ്ങളെല്ലാം വാരിയിട്ട് കഴുകാൻ തോന്നും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വട്ടാണോ? വട്ടല്ല, എന്തോ ഞാനങ്ങനെയാണ് കേട്ടോ. എപ്പോഴും പാത്രം കഴുകിയും തൂത്തും തുടച്ചൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടായിരിക്കണം അടുക്കളയിലോട്ട് കയറുമ്പോൾ എനിക്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നാലും ഇത് തന്നെ. അമ്മ എപ്പോഴും പറയും, ഓ വൃത്തിക്കാരി വന്നെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയും. അങ്ങനെയല്ല, കളിയാക്കി തന്നെ അങ്ങനെ പറയും. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നൊരു മടി പിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എന്തോ എനിക്കറിയത്തില്ല, പൊതുവേ ഇന്നങ്ങ് ഭയങ്കര അലസതയായിരുന്നു. ഒരു മടിച്ചിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ഇതാണ്ട് നോക്ക്, നാളത്തേക്കുള്ള അരി പോലും വെള്ളത്തിലിട്ടില്ലായിരുന്നു. ഞാൻ ഉച്ചയ്ക്കൊരു 3 മണി ആയതിന് ശേഷമാണ് ഞാൻ ഈ അരി വെള്ളത്തിലിടുന്നത്. അരി പിന്നെ കുഴപ്പമില്ല, കുതിർന്ന് കിട്ടുമല്ലോ. പിന്നെ അതിന് ശേഷം നമ്മളെപ്പോഴും വെള്ളം കുടിക്കണം. ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ചൂട്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ എല്ലാവരും കുടിക്കണം. നമ്മുടെ ഹെൽത്തൊക്കെ നോക്കണ്ടേ. അപ്പോൾ കൂടുതലും നമ്മൾ ആഹാരം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ എന്താണെന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റുന്ന വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിലെ ആ ഒരു ചൂട് കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കത്തില്ലേ. പിന്നെ ഞാൻ എപ്പോഴും ഇത് തന്നെയാണ്, ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇവിടെ ഇങ്ങനെ തുടച്ചിരിക്കും. അപ്പോൾ എന്തോ എനിക്ക് ഭ്രാന്താണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് തൂത്തുവാരി എല്ലാ പരിപാടീസെല്ലാം കഴിയാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇത് കണ്ടോ, ഇവളുടെ പരിപാടി ഇതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇങ്ങനൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചതല്ലേ, ഇത് തന്നെ. തൂക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവളിത് തന്നെ. പക്ഷേ എന്തോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളപ്പോഴൊക്കെ എനിക്ക് ഇവളാണ് കൂട്ട് കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ വാലെ പിടിച്ച് ഇങ്ങനെ നടക്കും. ഞാൻ എങ്ങോട്ട് പോയാലും അവിടെ വരും. തുണി കഴുകാൻ വെളിയിൽ പോവുകയാണെങ്കിൽ അവിടെ എൻ്റെ അടുത്ത് വരും. ഇല്ല അകത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അകത്തായിരിക്കും. ഞാൻ കട്ടിലെല്ലാം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ വന്ന് എൻ്റെ കൂടെ വന്നിരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ്. എന്തൊക്കെയോ അതിൻ്റെ ഭാഷയിൽ നമ്മളോടിങ്ങനെ സംസാരിക്കും. ഞാനപ്പോൾ അവളോട് ചോദിക്കും എന്താ ഒരു മോളോട് ചോദിക്കുന്ന പോലെ ചോദിക്കും. പക്ഷേ അപ്പം എനിക്ക് തോന്നും ആരുമില്ല എന്നുള്ള ഒരു സങ്കടം അപ്പം മാറിക്കിട്ടും കേട്ടോ. ഇവള് ഭയങ്കര സ്നേഹമാണ് എന്നോട്, എപ്പോഴും എൻ്റെ കൂടെ ഇത് പോണക്ക് വഴക്കിട്ട് വഴക്കാളിയായിട്ട് നടക്കുക. കൊച്ചു പെണ്ണാട്ടോ അവൾ ടീനേജ് പരുവായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങോട്ടും ചാടി പോയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാനിവിടെ തൂത്ത് വാരുമ്പോഴെല്ലാം എൻ്റെ ചൂലെ പിടിക്കുക. ഇത് തന്നെ പരിപാടി. ഞാൻ എങ്ങോട്ട് പോന്നോ അപ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് വരും. നോക്ക്, ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടോ. ഇനി ഞാൻ അവിടെ തൂത്തുവാരാൻ വന്നപ്പം നിങ്ങൾ നോക്കിക്കോണം, അവിടെ വന്ന് കിടക്കുക. നമ്മൾ തൂത്തുകൊണ്ട് വരുന്നതിൻ്റെ വഴിക്ക് ഇപ്പോൾ കുപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കയറിയും കിടക്കും. അല്ലെങ്കിൽ ചൂല് തരത്തില്ല, നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മുടെ ചൂലെ പിടിക്കും. എന്നിട്ട് ഇത് കണ്ടോ, എൻ്റെ കൂടെ ഒരു വഴക്കിടാനായിട്ട്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ നടക്കും വഴക്കിടാനായിട്ട്. വഴക്കാളി കഷ്ടം. പക്ഷെ ഞങ്ങൾ മലനടയിൽ പോയി നിൽക്കുമ്പോഴേ ഇവളെ നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. ഞങ്ങൾ മലനടയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എന്തോ സ്നേഹവും കാര്യങ്ങളും ഞങ്ങളെ കാണാത്തതിൻ്റെ. ഇവിടെ കിടന്ന് ചാടുക, ചൂലെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും എനിക്ക് തരാതെ. പിന്നെ പിന്നെ വൈകിട്ടത്തെ മിറ്റം തൂപ്പ് വരക്കോ അതൊക്കെയായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളും വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു.